ഇംഗ്ലീഷ് സിനിമ. ഇതിനു മുമ്പ് എന്തായിരുന്നു പണി? ഇതിനു മുമ്പ് ഞാൻ ജഡ്ജിയായിരുന്നു. സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ഞാൻ. തലയില് റിബൺ കെട്ടിയൊക്കെയാണ്. ഞാൻ വിചാരിച്ച മറ്റേ തുണി കഴുകി പിഴിഞ്ഞ് കല്ലിന്റെ മേളിൽ വെച്ചേക്കും. നവ്യ ഏത് ഡ്രസ് ഇട്ടിട്ടും സെയിം ഷാജു ചേട്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ന് പൊളിഞ്ഞു പോയി. എനിക്കറിയാം. ഒരു കാര്യം ചെയ്യ്, ടോപ്പ് എടുത്തിടണം. കയ്യിൽ കാണിച്ചേ. കൂട്ടി എഴുതരുത് ചേട്ടാ. 58 പ്രായമാണോ അത്? ഞാനൊക്കെ ന്യൂസ് കാണുന്ന ആളാ. ഇംഗ്ലീഷ് ന്യൂസാണ് ഞാൻ കൂടുതലും കാണുന്നത്. മനസ്സിലല്ലേ? അപ്പൊ എന്നെ ന്യൂസ് കാണാൻ സമ്മതിക്കില്ല. ആഷൻ ചാനൽ ന്യൂസ്. എന്റെ സ്കൈഡൈവ് ചെയ്യണമെന്ന് വിചാരിക്കണം. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവരോട് താഴെ ഇട്ടുള്ളൂ. മുട്ടമാല ഉണ്ടാക്കും. പിഷാരിക്ക് മുട്ട വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? മുട്ട വെച്ച് അട വെച്ച് കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ നീ വീട്ടിൽ വീഴാൻ പോകുമ്പോ ലക്ഷ്മി തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്ത് നിന്റെ വീട്ടിൽ വരല്ലേ? കേൾവി കുറവ് ഞാൻ നിന്റെ പിന്നെ പ്രായത്തിന്റെ കുഴപ്പമല്ല, ഞങ്ങളെ കുഴപ്പമല്ല. നൃത്തം, ഒരു നൃത്തം കണ്ടാൽ കൊള്ളാന്ന് ആഗ്രഹമില്ലേ? ഒരു നൃത്തമാവാം, ഒരു മാതക നൃത്തം ആയാലോ? ആ തോണി പോകുമ്പോ ജെസില ചേച്ചിയും ശ്രീവിധ ചേച്ചിയും ഉണ്ട് ആ തോണിയില്. അപ്പൊ തോണിയിൽ ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതിൽ ആരെ രക്ഷിക്കുക? ഇവരെ ആരെങ്കിലും രക്ഷിക്കണം. കാരണം എന്താ പറഞ്ഞാൽ അവർ രണ്ടുപേരെ നാട്ടുകാരെങ്കിലും രക്ഷപ്പെടുത്തും. ഇവരെ നോക്കിയാൽ മതി. ഗുഡ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എരുമ അങ്ങനെ കാണിക്കണം. ജീവിതത്തിൽ ഇത്രയും ഒരു തറ ഗെയിം ഞാൻ കണ്ടിട്ടില്ല. സീരിയസ് ഇത് കാണിച്ച അവളെ കല്യാണം മുടങ്ങും. എനിക്ക് ഇനി സമയമുണ്ട് കല്യാണം കഴിക്കാൻ. ചേട്ടാ ആദ്യം പോയി കിട്ടും. അസീസിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പഴയ വീട് വെള്ള പെയിന്റ് അടിച്ചിട്ട് തികയാത്ത കണക്ക്. വൈറ്റ് സിമെന്റ് അടിച്ച് തികഞ്ഞില്ല. ധീരജിന്റെ മാറ്റിട്ട് തങ്കച്ചന്റെ നാക്കുള്ള സിനിമ ഞങ്ങളെ കാണാം. റിലീസിന് ഞങ്ങളെല്ലാരും കൂടി തങ്കച്ചന്റെ കാണാൻ പോകും. ഇവിടെ കണ്ടപ്പോ എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഞാൻ ആലോചിച്ചു, ജിഷ്ണ കണ്ടപ്പോ എന്തോ ഒരു കുറവുണ്ട്. പിന്നെ എനിക്ക് ആ കുറവ് മനസ്സിലായത് ആ കക്കൂസ് ഇരുന്നൊരു ബ്രഷിന്റെ കുറവ്. പുള്ളിനെ കഷ്ടമായിട്ട് കണ്ട ബസ്സിൽ കയറി പെമ്പിളേരെ ശല്യം ചെയ്തൊരു പോവാല് അങ്ങനെ ഞാൻ അടിക്കുന്നില്ല. എന്റെ അപ്പൂപ്പന്റെ കളസമെടുത്ത് ഡ്രസ് ചത്തവളെ. ജിമ്മനെ കണ്ണാടി വെക്കണത് നല്ലതായിരിക്കും. കണ്ണുനീര് വരുമ്പോ അറിയാൻ പറ്റൂല. കണ്ണീര് വരാൻ വേണ്ടിയല്ല, എന്റെ അളിയൻ അടി 3D കാണണം, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചത്. പിന്നെ അറിവുള്ളവർ പറഞ്ഞു തരും, അത് കേൾക്കുക. ഇപ്പൊ അറിവും ബുദ്ധി ടീമിലായി. ഇനിയെങ്കിലും ജയിക്കണം. വീട്ടിൽ ഇത്രയും മഴ പെയ്തിട്ടും വെള്ളം ഉണ്ടായില്ലേ? എന്തേ? അല്ല, വീട്ടിൽ കിടക്കുന്ന പഴം തുണിയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടങ്ങനെ ഇവിടെ തലക്കി കൊണ്ടുപോകാനാണ്. ഞാനിവിടെ പ്രിയമുള്ളവരെ, നാളത്തെ മാറ്റിനി ഷോ മുതൽ വിദുര തരംഗിണി സിനിമയിൽ പ്രദർശനങ്ങൾ ആരംഭിക്കുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രകാവ്യം തങ്കച്ചന്റെ. ഭയങ്കര ഡിസ്കഷൻ ഒക്കെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഒമാൻ മത്തിയ ഇനിയിപ്പോ തങ്കത്തിന്റെ കാ നോക്കി നോക്കി കാണാനായിട്ട്
അയ്യോ അയ്യോ അമ്മേ. പണ്ട് എന്റെ മാമൻ പേർഷ്യന്ന് ഇങ്ങനെ ഒരു കൈലി കൊണ്ടുവന്നിട്ടുണ്ട്. തങ്കു വേഴ്സസ് അനുക്കുട്ടി എന്നൊരു ഫൈറ്റ് ആയിരിക്കും. ചേട്ടാ ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്. അല്ല അത് പറ്റില്ല. ഇന്ന് അന്ന് തോറ്റിട്ടുണ്ട്, ഇന്ന് ജയിക്കും. അപ്പൊ ക്യാപ്റ്റന്മാര് പച്ചത്തത്തൻ ചെറുത്തവളയാണോ? എനിക്ക് സംഘത്തിന്റെ കായുടെ പോസ്റ്റർ എന്ന് കാണണം. നമുക്ക് വെക്കണം. ഞാൻ എന്റെ കാറിന്റെ ബാക്കിൽ സംഘത്തിന്റെ കായുടെ ഒരു പോസ്റ്റർ. ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ? ഈ ചായം വിളിച്ച ഏത് കാട്ടിലേക്കായാലും കടലിലേക്കായാലും ഞാൻ ഇറങ്ങി വരും. ഇതിനെയൊക്കെ കടലിൽ കൊണ്ടുപോയി തിമിങ്ങലം വിഴുങ്ങും. എല്ലാ ഗെയിമും നന്നായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. എല്ലാ ഗെയിമും നന്നായിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട് കേട്ടോ. ഇനി ഈ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി അറിയില്ല. കാരണം കള്ളക്കളി കളിക്കാൻ പറ്റുന്നില്ല, എല്ലാരും കാണുന്നുണ്ട്. ഞാൻ തന്നെ കണ്ടുപിടിച്ചു. എന്താ അതല്ല ഒറിജിനൽ വാല ഇവിടെ സംഭവം. നമുക്ക് മിക്സർ ഉണ്ടാക്കി. മിക്സറല്ലേ? അതുണ്ടാക്കി സംഭവം. അതായത് ചട്ടിയിൽ എണ്ണ തിളപ്പിച്ചിട്ട് മാവ് എടുത്ത് എറിഞ്ഞ് അതേപോലെ തിരിച്ച് ഉടുപ്പിൽ വന്ന് പിടിച്ച് കൊണ്ടുവരാൻ പറ്റി. ചുരണ്ടി തിന്നട്ടെ ഞങ്ങൾ. ഇത്രയും നല്ല ഡ്രസ്സ് കൊടുത്തിട്ട് കാതിൽ വീശറി ഇടണ്ടായിരുന്നു. അത് തോറ്റു കഴിഞ്ഞാൽ അവര് പറയുന്ന എന്തും ഞങ്ങള് സത്യം ആണല്ലോ. ആണെങ്കിലോ ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാൽ അവര് മാതക നൃത്തം ആടണം. എന്റെ ഭാര്യക്ക് വേണോ ഇങ്ങനത്തെ ഒരെണ്ണം? ഭാര്യക്കല്ലേ എനിക്ക് വേണം. 2 കൊല കെട്ടിയിട്ട് പഴിപ്പിക്കാനും.